നിൽക്കും. ഒരാളും കൂടെ വാ. ആ വാ, നിൽക്കും. ഇനി ഒരാളും കൂടെ വേണം. ശരി, ഇത് കഴിഞ്ഞ് നീ ഇവിടെ ഇരുന്നു. നീ ഇവിടെ ഇരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തുണ്ട്. പേരെന്താ? എന്റെ പേരെന്താ? ആർഷ. ആർഷയ്ക്ക് ഞാൻ വേറൊരു റോൾ ഇട്ടിരിക്കുകയാണ്. ആർഷ ഒരു മോഡലാണ്. മോഡൽ എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെ റാമ്പിൽ കൂടെയൊക്കെ മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരില്ലേ, മോഡൽ. ആർഷ മോഡലാണ്. മോഡൽ എന്ന് പറഞ്ഞ വാക്ക് AI ഉപയോഗിക്കുന്ന വാക്കാണ്. മോഡൽ ഡെവലപ്പ് ചെയ്തു, ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. ആർഷയാണ് നമ്മുടെ മോഡൽ. ഇന്ന് കമ്പ്യൂട്ടറിനെ എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും, എന്തും. അതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് AI എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് എന്നുള്ളതിന്റെ വളരെ ലളിതമായ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്യാൻ പോവുക. ഈ രണ്ട് കുട്ടികൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അവർ സംസാരിക്കുന്നത്, ഭാഷയൊന്നുമില്ല. അത് നമ്മുടെ മോഡൽ കേട്ട് പഠിക്കും. ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത് മനസ്സിലായി എന്ന് ഉറപ്പായാൽ കൈപൊക്കണം. ഓക്കെ, റെഡി? ഇവര് രണ്ടുപേരും കൂടെ സംസാരിക്കാൻ പോവുകയാണ്. ഈ നമ്മുടെ മോഡൽ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ധരിച്ചിരിക്കുന്ന AI കേൾക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ആണോ എന്ന് ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇയാൾ സംസാരിക്കുമ്പോൾ ഇയാൾ മറുപടി പറയും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ മോഡൽ കൈപൊക്കും. കൈപൊക്കും വളരെ പറഞ്ഞു വിടും. പിന്നെ ഇവരെ വേണ്ട. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 2 4 6 12 14 28 30 60 62 12 24. നിങ്ങളെല്ലാം കേട്ടു, നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഇവരെന്താ ചെയ്യുന്നത്. ഇയാള് പറഞ്ഞപ്പോ 2 പറഞ്ഞപ്പോ 4 പറഞ്ഞു, 3 പറഞ്ഞപ്പോ 6 പറഞ്ഞു, 7 പറഞ്ഞപ്പോ 14 പറഞ്ഞു. നമ്മുടെ മോഡൽ ഇത് പഠിച്ചു. ഇവർ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടോ? ഓക്കെ, എനിക്ക് അവർ പറഞ്ഞ എന്താ മനസ്സിലായില്ലല്ലേ? നിനക്കത് ചെയ്തുകൂടെ കേട്ടോ? ഇപ്പൊ ഈ മോഡൽ ഇസ് ട്രെയിൻഡ് മോഡൽ. ഈ പറഞ്ഞത് കേട്ടു, ആ പറഞ്ഞതൊന്നും മുഴുവനായിട്ട് ഓർമ്മയില്ല. പക്ഷെ അതിന്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതപ്പോ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. 2 7 100 10,000. അപ്പൊ നേരത്തെ കുട്ടികൾ 10,000 എന്ന് പറഞ്ഞില്ല, ഇത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഇവര് തമ്മിൽ സംഭാഷണം നടത്തിയെന്ന് കേട്ടിട്ട് കുറെ സമയം കഴിഞ്ഞപ്പോ ആ സംഭാഷണത്തിന്റെ പൊരുൾ ഈ കുട്ടി പിടിച്ചെടുത്തു. എന്തെങ്കിലും ഇപ്പൊ മനസ്സിൽ ഓർത്തു വെച്ചോ? ഇവര് സംസാരിച്ചായിട്ട് ബന്ധപ്പെട്ട് എന്താ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുന്നത് പറഞ്ഞു? ഒരാള് ഒരു നമ്പർ പറഞ്ഞപ്പോ അതിന്റെ ട്വൈസ് മറ്റൊരാൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇരട്ടിയാണ് പറഞ്ഞത് എന്നുള്ള പാറ്റേൺ അതിന് മനസ്സിലായി. 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ ഈ മോഡൽ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും 2 കൊണ്ട് ഗുണിച്ചിട്ട് പറയും. അപ്പൊ അവരുടെ സ്വഭാവം പിടിച്ചെടുത്തു. അവരുടെ സ്വഭാവം പിടിച്ചെടുത്തത് അവർ പറഞ്ഞത് മുഴുവൻ രേഖപ്പെടുത്തിയല്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം, അവർ പറഞ്ഞ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവര് ചെയ്തതിന്റെ പൊരുൾ ഒരു ചെറിയ കണക്കിലോട്ട് മാറ്റി. ഇൻറ്റു 2. അപ്പൊ നിങ്ങൾ ഇതൊരു ചെറിയ കാര്യമല്ലേ? ഇതിലെന്തിനാണ് AI എന്ന് വിളിക്കുന്നത്, നിർമ്മിത ബുദ്ധി എന്ന് വിളിക്കുന്നത്? പക്ഷെ ഞാൻ ഇനി വേറൊരു രംഗം പറയാം. വളരെ വ്യത്യാസമാണ്, പക്ഷെ ഇത് തന്നെയാണ് സംഭവം. ഇവിടെ ഒരാൾ നിൽക്കുന്നു, അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു. ഇയാള് മലയാളത്തിൽ സംസാരിക്കും, മറ്റേ ആൾ ഉത്തരം പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മോഡൽ കേട്ടോണ്ടിരിക്കുക. ഇതുപോലെ പിടിക്കാനൊക്കും, ഒരു കണക്ക് വെച്ചിട്ട് പിടിക്കാനൊക്കും. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ ഇപ്പുറത്ത് നിന്ന് ആള് പറയുന്നതെല്ലാം മലയാളത്തിൽ പറയുന്നത് മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, അല്ലെ? ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്.
മലയാളത്തിൽ എത്ര ശബ്ദമുണ്ടെന്ന് നമുക്കറിയാം. 51 അക്ഷരമുണ്ട്, കുറച്ച് കൂട്ടക്ഷരമുണ്ട്. ഇതിനെല്ലാം ഒരു സംഖ്യയായിട്ട് കരുതാമെങ്കിൽ സംഖ്യ ഇടാനല്ലേ. ആ എന്ന് പറഞ്ഞ 1, ആ എന്ന് പറഞ്ഞ 2, ഈ എന്ന് പറഞ്ഞ 3, ഈ എന്ന് പറഞ്ഞ 4. അപ്പൊ പറഞ്ഞതെല്ലാം സംഖ്യകളാണ്, സംഖ്യകളുടെ ഒരു ശ്രേണിയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ മലയാളത്തിൽ കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ ഉതിർക്കുന്നു, അതിന് ചില സംഖ്യകളാക്കി മാറ്റാം. അപ്പൊ അങ്ങോട്ട് കുറെ സംഖ്യയാണ് പറഞ്ഞു ചെല്ലുന്നത്. അപ്പുറത്ത് അയാൾ മലയാളത്തിൽ പറയുന്നു, അതെന്താണ്, അവിടെ നിന്ന് കുറച്ച് സംഖ്യ ഇങ്ങോട്ട് വരും. അപ്പൊ സംഖ്യകൾ തമ്മിലുള്ള ഒരു കൈമാറ്റമാണ് മലയാളത്തിൽ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അക്ഷയ കേട്ടോണ്ടിരുന്ന അക്ഷയ്ക്ക് *2 *3 എന്ന് പറഞ്ഞിട്ട് അതിനെ കണക്കൂട്ടാവുന്നു. ഇവിടെ അക്ഷയ്ക്ക് പകരം, അക്ഷയത്തിന്റെ പേര് ആർഷയ്ക്ക് പകരം ChatGPT എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് ഈ മലയാളം കേട്ടിട്ട് *2 എന്ന് പറഞ്ഞതിന് പകരം അത് കുറേ സംഖ്യകൾ എന്നാണ് അത് മനസ്സിലാക്കിയത്. അത് കുറെ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ എണ്ണം കേട്ട് നമ്മൾ ബോധം കിടരുത്. 1.8 ലക്ഷം കോടി സംഖ്യകൾ അത് പിടിച്ചെടുത്താൽ മലയാളം മനസ്സിലായത്. ഇരട്ടിയാക്കാൻ 2 എന്ന് പറഞ്ഞ സംഖ്യ മാത്രം പിടിച്ചെടുത്താൽ മതി. ഇരട്ടിയുടെ പുറകിലുള്ള രഹസ്യം എന്താണ്? *2. മലയാളത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? അനേകം സംഖ്യകൾ വെച്ചിട്ടുള്ള ഒരു കണക്കുകൂട്ടലിലൂടെയാണ് ഈ പറഞ്ഞ സംഖ്യയെ അപ്പുറത്തെ സംഖ്യയാക്കി മാറ്റുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരു സംഖ്യ പോരാ, 1.8 ലക്ഷം കോടി സംഖ്യകൾ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കണക്കൂട്ടലിൽ കൂടെ അതും വരുത്താൻ. ആ സംഖ്യകളെ ഇന്ന് പറയുന്ന വാക്കാണ് പാരാമീറ്റർ. ഏത് സംഭാഷണം, മനുഷ്യർ തമ്മിലുള്ള ഏത് ബുദ്ധിപരമായ പ്രവൃത്തിയെയും ഒരു മോഡൽ കേട്ടോണ്ട് നിന്നാൽ അതിനെ കുറെ ലളിതമായ കണക്കൂട്ടലിലേക്ക് അതിനെ ചുരുക്കിക്കൊണ്ട് വരാൻ സാധിക്കും. വളരെ അത്ഭുതമാണ്. ChatGPT എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, കണക്ക് സാറന്മാരാണെങ്കിൽ കണക്കേ കാണുള്ളൂ അല്ലേ, നമ്മുടെ ചാക്കോ ഭാഷനെ പോലെ പ്രപഞ്ചത്തിലെല്ലാം കണക്കാണെന്ന് പറയുന്നത്. ChatGPT എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചാക്കോ മാഷിന്റെ അടുത്ത് ചോദിച്ചാൽ ചാക്കോ മാഷ് പറയും ChatGPT ചുമ്മാ ഗുണിക്കുകയും കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുണിക്കുകയും കൂട്ടുകയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ് ChatGPT. വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇവിടെ ഈ ആർഷ ഒരു മോഡലായി മാറിയപ്പോൾ ആർഷ എന്താ ചെയ്തത്? ആർഷ ഗുണിക്കുന്നേ ഉള്ളൂ. അവിടെ കൂട്ടാനായിട്ട് ആ കൂടെ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കൂട്ടിയില്ല. ChatGPT ഗുണിക്കുകയും കൂട്ടുകയും ചെയ്യും. ഗുണിക്കാനും കൂട്ടാനുമുള്ള ഒരുപാട് ശ്രേണിയായിട്ടുള്ള ലേയേഴ്സ് എന്നാണ് പറയുന്നത്. കണക്കൂട്ടലിന്റെ പല പല ഘട്ടങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. നമ്മളെ എല്ലാം അത്ഭുതസ്തബ്ധരാക്കുന്ന AI-ക്ക് പുറകിൽ ഗുണിക്കുകയും കൂട്ടുകയും ചെയ്യുന്ന പ്രക്രിയ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ എണ്ണം വളരെ കൂടുതലാണ്, വളരെ 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 കൂടുതലാണ്. ലക്ഷം കോടി സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ലളിതമായ കണക്കുകൂട്ടലിലൂടെയാണ് ഭാഷ എന്ന് പറഞ്ഞ മനുഷ്യന്റെ വൈഭവത്തിന് കമ്പ്യൂട്ടർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് കാണിക്കാനാണ് ഈ ചെറിയ എക്സ്പെരിമെന്റ് കാണിച്ചത്. അത് മനസ്സിൽ വെച്ചോളുക, ഇനിയും ഓർത്തോളുക. കണക്കുകൂട്ടൽ, ഗുണനം, പിന്നെ സങ്കലനം, ഇത് രണ്ടും അല്ലാതെ എയുടെ പുറകിലൊന്നുമില്ല. അതുകൊണ്ട് മനുഷ്യന്റെ വൈഭവത്തിനെ, മനുഷ്യന്റെ ദക്ഷിണയെ മുഴുവൻ ചോർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ChatGPT-യിൽ ചെയ്തു നോക്കിയിട്ട് എന്ത് തോന്നുന്നു അതാണ് നിങ്ങളുടെ ഉത്തരം. എന്നോട് ഇന്ന് സംസാരിക്കാൻ കുട്ടികളുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു നാടകം കാണിച്ചത്. എന്നോട് സംസാരിക്കാൻ കുറച്ച് വരട്ട വിഷയമാണ്. മനുഷ്യൻ പാതി യന്ത്രമാകുന്നു, യന്ത്രം പാതി മനുഷ്യനാകുന്നു. എന്താണ് AI എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ AI കാണുന്നത് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലുമാണ്. പക്ഷേ താമസിയാതെ നമ്മളത് കമ്പ്യൂട്ടറിൽ നിന്ന് മാറിയിട്ട് മനുഷ്യരൂപമുള്ള ഒരു കമ്പ്യൂട്ടറിലോട്ട് മാറും. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാം, റോബോട്ടിന്റെ അകത്തൊരു അതിനൊരു തലച്ചോറ് കാണും, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കാണും. അതിലായിരിക്കും AI ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന റോബോട്ടിനെ കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കുക മാത്രമല്ല, കണ്ടാൽ അതിന്റെ ശരീരമൊക്കെ ഈ സിലിക്കൺ ഇത് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഷേക്ക് ഹാൻഡ് ചെയ്താൽ മനുഷ്യനെ കൊണ്ട് തൊടുന്ന പോലെ അല്ല, മർദ്ദവത്തിലായിരിക്കും ഇരിക്കുന്നത്. ആ റോബോട്ടിനകത്തായിരിക്കും AI ഇരിക്കുന്നത്. അപ്പൊ അതിനെ കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കും. മനുഷ്യന്റെ മിക്കവാറും എല്ലാ ശേഷികളും അതിന് കാണും. അതിലെ പല ശേഷികളും മനുഷ്യന്റെ കഴിവിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പൊ ചെറിയ ഉദാഹരണം, എത്ര ഓർത്തു വയ്ക്കാൻ സാധിക്കും എന്നുള്ളതിൽ മനുഷ്യനേക്കാളും വളരെ മുന്നിട്ടായിരിക്കും നിൽക്കുക. ഇംഗ്ലീഷ് തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതിൽ നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മളെക്കാളും മുന്നെയാണ് നിൽക്കുന്നത്. ഒരു തെറ്റുമില്ലാതെ ആയിരക്കണക്കിന് പേജ് സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കും. കുറെ കാര്യങ്ങളിൽ മുന്നിട്ടാണ്. കുറച്ച് കാര്യങ്ങളിൽ മനുഷ്യന്റെ കഴിവിനടുത്ത് എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. മനുഷ്യനെ പോലെ ഇരിക്കും യന്ത്രം. അതിനെ നമ്മൾ ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ് പറയുന്നത്. മനുഷ്യരൂപമുള്ള റോബോട്ട്.
അപ്പൊ മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ രൂപവും. പിന്നെ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യത്വം. മനുഷ്യത്വം എന്താണെന്ന് ചോദിച്ചാൽ റോബോട്ട് മൈനസ് മനുഷ്യൻ, അല്ല മനുഷ്യൻ മൈനസ് റോബോട്ട് സമം മനുഷ്യത്വം. അത്രേ നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയാനുള്ളൂ, വളരെ വിശദീകരിക്കാൻ സാധിക്കും. റോബോട്ട് മനുഷ്യനല്ല, പക്ഷേ മനുഷ്യനല്ല എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കും, കാഴ്ചയിലും പെരുമാറ്റത്തിലും. ചില കാര്യങ്ങളിൽ മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തോട്ട് പോവുകയും ചെയ്യും. കേട്ടൊക്കെ സംസാരിച്ചിട്ട് സാറ് വളരെ മനോഹരമായിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ChatGPTയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ക്ലാസ് അല്ല യഥാർത്ഥത്തില് ആൾക്കാരുടെ മനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ ഇതുപോലുള്ള ഒരു ഇടപെടലിലൂടെ മാത്രമാണ്. 2, 4, 6, 8 അല്ലെങ്കിൽ 2, 4, 4, 8 അതിന്റെ ട്വൈസ് എന്നുള്ളതിലേക്ക് മോളത് കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെ ഇത്തരത്തില് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു പ്രസക്തി അവിടെ ഇല്ല. അത് സാർ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ താമസിയാതെ ഈ യന്ത്രം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ കൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, കുറച്ച് കഴിയുമ്പോൾ മനുഷ്യനായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടും. അതിനെയാണ് നമ്മൾ പാതി മനുഷ്യൻ വിളിച്ചത്. കണ്ടാ മനുഷ്യനെ പോലെ ഇരിക്കും, മനുഷ്യന്റെ ഒരുപാട് സ്വഭാവമുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ നമുക്കെല്ലാവർക്കും അതിനെ നേരിട്ട് അറിയാം. കാരണം നമ്മൾ ChatGPTയിലൂടെയും ജെമിനിയിലൂടെയും ഗ്രോക്കിലൂടെയും മെറ്റയിലൂടെയും നമുക്ക് അതിനെപ്പറ്റി അറിയാം. അത് സംസാരിക്കുന്നു, കവിത എഴുതുന്നു, പാട്ട് പാടുന്നു, ഗവേഷണം ചെയ്യുന്നു. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഈ വർഷം ആദ്യം ഒരു ഡോക്യുമെന്റ് ഇറക്കിയിട്ടുണ്ട്. ഗോൾഡൻ ഏജ് ഓഫ് ഡിസ്കവറി എന്നാണ്. ഗോൾഡൻ ഏജ് ഓഫ് ഡിസ്കവറി, അതായത് കണ്ടുപിടുത്തങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം വന്നിരിക്കുക. ആരാണ് കണ്ടുപിടുത്തക്കാരൻ? കണ്ടുപിടുത്തക്കാരൻ മനുഷ്യനല്ല, കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ AI ആണ്. അത് അടുത്തിടെ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗവേഷണത്തിന്റെയും മനുഷ്യന്റെ പുരോഗതിയുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം എങ്കിലും അത് ആധുനിക വൈദ്യശാസ്ത്രം. മനുഷ്യന് വേറെ എന്തില്ലെങ്കിലും നമുക്ക് വേദന വരുമ്പോൾ അകറ്റാനും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും പരിഹരിക്കാൻ, അതിനാണ് 1-ാം നമ്പർ സ്ഥാനം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം മെഡിസിനാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയല്ല എന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഒരു ഡോക്ടർക്ക് തനിച്ചൊന്നും ചെയ്യാനൊക്കില്ല. ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ആദ്യം ഡോക്ടർ പറയുന്നത് പോലെ സ്കാൻ എടുക്കാനാണ്. സ്കാൻ എടുക്കുന്ന യന്ത്രം മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് വരുന്നതല്ല, അല്ലേ? നമ്മുടെ എഞ്ചിനീയറിംഗുകാരുടെ പ്രൊഫഷനിൽ നിന്നാണ് ആ യന്ത്രം വരുന്നത്. അല്ലെങ്കിൽ ECG എടുത്ത് നോക്കിയാൽ EEG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഔഷധങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഔഷധങ്ങളും വരുന്നത് കെമിസ്ട്രിയും ബയോളജിയും മൈക്രോബയോളജിസ്റ്റും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ഔഷധങ്ങൾ വരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളൂ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിച്ചിട്ടുള്ള മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് ആസ്പിരിനാണ്. അത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് പഴയ നാട്ടുവിജ്ഞാനമാണ്. വില്ലോ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരത്തിന്റെ കറയിൽ നിന്നാണ് അത് വരുന്നത്. ആ കറ കഴിച്ചാൽ പനി മാറും എന്ന് സാധാരണ ജനങ്ങൾ കണ്ടുപിടിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അത് മരുന്നായിട്ട് മാറുന്നത്. പിന്നെ അതിനെ ശാസ്ത്രജ്ഞന്മാരതിനെ മരമില്ലാതെ തന്നെ അത് ഉണ്ടാക്കാൻ ഉള്ള വേലയൊക്കെ കണ്ടുപിടിച്ചു. എന്തായാലും ഒന്നും ഡോക്ടറല്ല, ഡോക്ടർ ഉപയോഗിക്കുന്നു എന്നുള്ളത്. കത്തിയെടുത്ത് നമ്മുടെ ശരീരം കീറാൻ ഡോക്ടറിന് മാത്രമേ ഉള്ളൂ. സന്ദർഭവശാൽ പറഞ്ഞത് ഈ ഡോക്ടർ ഔഷധങ്ങളെ ഉപയോഗിച്ചാണ് പലപ്പോഴും ചികിത്സിക്കുന്നത്. ഈ ഔഷധങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ അതിൻ്റെ ഔഷധ തന്മാത്രകളെയാണ് നമ്മൾ ഗവേഷണം ചെയ്യുന്നത്. അല്ലാതെ ഔഷധത്തിന്റെ എഫക്റ്റ് നോക്കി അരച്ച് കലക്കി കൊടുത്തിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് ആയുർവേദത്തിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ആധുനിക ശാസ്ത്രത്തിൽ ആ തന്മാത്ര എന്താണ്, അത് എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഔഷധം കണ്ടുപിടിക്കുന്നത്. ഇതിനായിട്ട് 50 വർഷമായിട്ട് ഈ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞ സുപ്രധാനമായിട്ടുള്ള തന്മാത്ര, ശരീരത്തിലെ തന്മാത്രയുടെ ആകൃതി എന്താണ്, ഷേപ്പ് എന്താണെന്ന് നിർവചിക്കാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ടായിരുന്നു 50 വർഷമായി. പക്ഷെ അവർക്ക് അത് പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചില്ല. ആ പ്രോട്ടീന്റെ സ്ട്രക്ചർ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, NMR എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വർഷങ്ങളെടുക്കുകയും ഒരുപാട് ചെലവുള്ളതും
എപ്പോഴും വിജയിക്കാത്തതുമാണ്. പക്ഷെ ഇന്ന് ഗൂഗിളിന്റെ ആൽഫ ഫോൾഡ് എന്ന് പറഞ്ഞ AI സോഫ്റ്റ്വെയർ ഇതുവരെ കണ്ടുപിടിക്കാനുണ്ടായിരുന്ന എല്ലാ തന്മാത്രകളുടെയും ആകൃതി എന്താന്ന് ഒരു ഒറ്റയടിക്ക് കണ്ടുപിടിച്ച് ആ കട അടച്ചു. മുഴുവൻ പ്രഡിക്ഷനും കൂടെ ഒരുമിച്ച് നടത്തി. അതാണ് ഗൂഗിൾ ഗോൾഡൻ ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ കത്തെഴുതുകയോ കവിത എഴുതുകയോ പടം വരയ്ക്കുകയോ ഒന്നും മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാണാമറയത്ത് അത് പുതിയ വിജ്ഞാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. പല്ലടയ്ക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഉൾപ്പെടെ ഇന്ന് AI ആണ് അതിന്റെ കൂട്ട് നിശ്ചയിക്കുന്നത്. കൃത്യമായിട്ട് ആവശ്യമുള്ള കണക്കിന് എടുത്തു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിർമ്മിത ബുദ്ധി ഈ മനുഷ്യൻ ഈ ഹ്യൂമനോയിഡ് റോബോട്ടിനകത്ത് കയറുമ്പോൾ ആ ഹ്യൂമനോയിഡ് റോബോട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്തല്ല എന്ന് പറയാനായിരിക്കും എളുപ്പം. മനുഷ്യനല്ല എന്ന് മാത്രമേ നമുക്ക് ഉത്തരവുള്ളൂ പറയാൻ. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ആണ്. അതൊരു ശാസ്ത്രജ്ഞനാണോ എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞനാണ്, കവിയാണോ എന്ന് വെച്ചാൽ കവിയാണ്, ചരിത്രകാരനാണോ എന്ന് വെച്ചാൽ ചരിത്രകാരനാണ്, സാഹിത്യകാരനാണോ എന്ന് വെച്ചാൽ സാഹിത്യകാരനാണ്. എല്ലാം കൂടെ ചേർന്നിട്ട് യന്ത്രം. അപ്പൊ അതിനെ ഞാൻ പാതി മനുഷ്യൻ എന്നേ വിളിക്കുന്നു. കാരണം നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സമസ്യയാണ് എന്താണ് മനുഷ്യൻ എന്നുള്ളത്. അപ്പൊ അതിനെ ഒരു യന്ത്രത്തിനെ കണ്ട ഉടനെ നമ്മളത് മനുഷ്യനാന്ന് പറയാനൊക്കില്ല. അതുകൊണ്ടാണ് പാതി മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ യന്ത്രം നമ്മുടെ എല്ലാം സഹായിയായിട്ട് പങ്കാളിയായിട്ട്, നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിനെ പറയുന്നത് ഉപകരണം എന്നാണ്, ടൂൾ എന്നാണ് പറയുന്നത്. ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചു. ഇത് ടൂളല്ല, നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മളോട് പങ്കാളിയെ കസേര എടുത്ത് പൊക്കണം, ഭയങ്കര ഭാരമാണെങ്കിൽ ഈ അറ്റത്ത് പിടിച്ചാൽ മറ്റേ അറ്റത്ത് പിടിക്കും. റോബോട്ട് പങ്കാളിയാണ്, പണിക്കാരനല്ല. എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. എന്തും എന്ന് പറഞ്ഞാല് അതിനെ രണ്ട് പദപ്രയോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന രീതി നമുക്ക് പറയാവുന്നത് ഫ്രം പ്രോസ്റ്റിറ്റ്യൂഷൻ ടു എഡ്യൂക്കേഷൻ മുഴുവൻ അത് ഏറ്റെടുക്കും. സർവകലാശാലയിൽ പഠിപ്പിക്കാൻ വെക്കുന്ന പ്രൊഫസറായി ഈ റോബോട്ട് വരും. വിറ്റമടിക്കാൻ, വീട്ടുപണി ചെയ്യാൻ, മരാമത്ത് പണി ചെയ്യാൻ, വേണമെങ്കിൽ രാജ്യം ഭരിക്കാനും സഹായിക്കും. മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് തന്നെ ഒരു റോബോട്ട് കാണും. ചോദിച്ചാൽ ഉടനെ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന ഒരു റോബോട്ടിനെ വേണമെങ്കിൽ നമുക്ക് അടുത്തുകൊണ്ടിരുത്താൻ സാധിക്കും. ഏത് മേഖലയിലും ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന, എന്നാൽ മനുഷ്യൻ്റെതാ എന്ന് പറയാവുന്ന മൗലികവും സഹജവും എന്ന് പറയാവുന്ന ഏതൊക്കെയോ ഗുണങ്ങളില്ല എന്ന് സംശയിക്കുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് പാതി മനുഷ്യൻ എന്ന് പേരിട്ടത്. ഈ യന്ത്രം എന്തൊക്കെ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുമെന്ന് നമുക്ക് ആലോചിക്കാൻ മാത്രമേ ഇപ്പൊ സാധിക്കൂ. പാതി മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ചില പ്രത്യേക സ്ഥാനം, ലോകത്ത് കൊടുക്കുന്ന സ്ഥാനം, അതെല്ലാം കൊടുക്കേണ്ടി വരുമോ? ഉദാഹരണത്തിന് നമ്മൾ മൃഗങ്ങൾക്ക്, ചില മൃഗങ്ങളോട് നമുക്ക് സ്നേഹം കൂടുതൽ കാണിക്കാറുണ്ട്, അതിനൊരു നീതീകരണം ഇല്ല എന്നുള്ളതാണ്. പട്ടിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം കോഴിയോട് കാണിക്കും. കോഴിയെ നമുക്ക് കൊല്ലാം, ചെറുപ്രായത്തിൽ വേണമെങ്കിലും കൊല്ലാം. പക്ഷെ പട്ടിയെ നമുക്ക് കൊല്ലാൻ പാടില്ല. അത് അതിന്റെ യുക്തി എന്താന്ന് നമുക്ക് അറിഞ്ഞു. പക്ഷെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അവസാനം ചോദിക്കേണ്ടി വരും, ഈ പാതി മനുഷ്യൻ സംസാരിക്കുകയും പാടുകയും ചരിത്രം എഴുതുകയും മനുഷ്യനോടൊപ്പം ജീവിക്കുകയും മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അധ്വാനം എന്ന് പറയുന്ന മനുഷ്യന്റെ സമ്പത്തിന്റെ അടിസ്ഥാനം അതിലേക്ക് മാറുകയും ചെയ്യുന്ന സമയത്ത് ഇതിനെ യന്ത്രം എന്ന് പറഞ്ഞ് മാറ്റിയിരുത്താൻ ഒക്കുമെന്നൊരു ചോദ്യം ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇതിനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കേണ്ടി വരുമോ? ഇതിന് വോട്ട് കൊടുക്കേണ്ടി വരുമോ? വോട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ടി വരുമോ? അത് ഭരണം കൈയാളാനുള്ള അനുമതി കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഭാവിയിൽ, വിദൂര ഭാവിയിൽ ചിന്തിച്ചേക്കുക. അതുകൊണ്ടാണ് പാതി മനുഷ്യൻ എന്ന് പറഞ്ഞ പദപ്രയോഗം വളരെ അപകടം പിടിച്ച പദപ്രയോഗമാണ്. അത് സൂചിപ്പിച്ചു എന്നുള്ളത്. എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ജോലിയെ കുറിച്ചിട്ട് വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇതുള്ള ജോലിയെല്ലാം കൊണ്ടുപോകുമോ? അപ്പൊ എനിക്കിവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ, ഞാൻ റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഈ ചെറുപ്പക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴേ മുദ്രാവാക്യം എഴുതിക്കൊള്ളുക, സമരം ചെയ്യാൻ. ആ മുദ്രാവാക്യത്തിൽ എഴുതേണ്ടതാണ്, സർക്കാരെ 50% ജോലി മനുഷ്യർക്ക്. ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ അല്ല, 50% ജോലി മനുഷ്യർക്ക്. ജോലി ചെയ്യാൻ റോബോട്ടിന് സാധിച്ചാലും മനുഷ്യന് ജോലി ഇല്ലാതായാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും, മനുഷ്യരെങ്ങനെ ജീവിക്കും? ഇതിനെല്ലാം പുറമെ മനുഷ്യന്റെ ആഹ്ലാദവും ഉല്ലാസവും ഇടുന്നു. എനിക്ക് രാവിലെ അടിച്ച് ഒരിടത്തും പോകാനില്ല, എല്ലാ കാര്യവും റോബോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്തായിരിക്കും? എന്റെ എരിയും പുളിയൊക്കെ ഇവിടെ പോകും. ഇതൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് പാതി മനുഷ്യന്റെ കാര്യം. ഇനി അതവിടെ നിൽക്കട്ടെ.
ഇനി മനുഷ്യന്റെ കാര്യം എടുക്കാം. മനുഷ്യൻ പാതി യന്ത്രമാകുന്നു എന്നാണ് നമ്മുടെ തലക്കെട്ടി പറഞ്ഞത്. യന്ത്രം പാതി മനുഷ്യനാകുന്നു, മനുഷ്യൻ പാതി യന്ത്രമാകുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ സ്വാഭാവികമായി കാണാത്ത ഒരുപാട് അംശങ്ങൾ നമ്മുടെ പലരുടെയും പ്രായമായിട്ടുള്ള ആൾക്കാരുടെ പലരുടെയും ശരീരത്തിൽ കാണും. അത് പല്ലടയ്ക്കുന്ന പോലെ തുടങ്ങും അല്ലേ? ബാക്കിയകത്ത് പല പല സാധനങ്ങൾ, ആണി, സ്ക്രൂ എല്ലാം കാണും. അതിന് പുറമെ ചിലരുടെ രക്തക്കുഴലിന്റെ സ്ഥാനത്ത് വേറെ സ്റ്റെന്റ് ആയിരിക്കും, ചിലരുടെ ഹൃദയമിടിപ്പ് പേസ് മേക്കർ കൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമുക്കറിയാം, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഹാർട്ട് വാൽവാണ്. ഹാർട്ട് വാൽവിന് അപാകതയുള്ളവരുടെ സ്ഥലത്ത് അവരുടെ ഹൃദയത്തിൽ ഈ നമ്മുടെ പൂജപ്പുര ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാൽവാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന 10,000-കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഏറ്റവും ആദ്യം അത് സ്വീകരിച്ച വ്യക്തി ഇപ്പൊ 10-25 വർഷം 30 വർഷമായി അദ്ദേഹം ആ യന്ത്ര വാൽവ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത്. അപ്പൊ പാതി യന്ത്രം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം സൂചിപ്പിച്ചു. ഇന്ന് നമ്മളത് പറയുന്നു, ഈ തലച്ചോറിൽ നമുക്കൊരു പ്രായമാകുമ്പോഴത്തേക്ക് ഓരോ വർഷവും നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ കൂടി വരും. പുതിയ പുതിയ പുസ്തകങ്ങൾ ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നു, പുതിയ ചർച്ച വരുന്നു, ആയിരക്കണക്കിന് ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് നോക്കണം അല്ലേ? നോക്കിയാൽ തീരാത്ത നമ്മുടെ ഒരാളുടെ സാരി ഇങ്ങനെ അഴിച്ചിട്ട് ഊരാൻ ഒത്തില്ല. നമ്മൾ പുരാണത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ നീണ്ടു വന്നു എന്ന് പറഞ്ഞു. നീല സാരി, എനിക്ക് വെബിനിവേശത്തിലാണ് പറഞ്ഞത്. ആ നീല സാരി ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കിലാണ്. അതിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നാൽ തീരുന്നേ ഇല്ല, എത്ര തുറന്നാൽ തീരാതെ. അപ്പൊ ഈ അനേകം വിവരങ്ങൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ തലച്ചോറിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ നമ്മൾ ഓർക്കാറില്ലെങ്കിലും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഓർക്കാനുള്ള പരിമിതി, ഏജിങ്ങിന്റെ പ്രോസസ്സ് കൂടെ നമുക്ക് ഓർമ്മക്കുറവ്. അതിൽ നിന്ന് നമ്മളെ പരിഹാരം എലോൺ മസ്ക് പറഞ്ഞിരിക്കുകയാണ്. ഒരു ചിപ്പ് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്താൽ, മൈക്രോ ചിപ്പ് തലയിൽ ഇരിക്കുന്നതിന് പേരുണ്ട്, ന്യൂറാലിങ്ക്. നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി സപ്ലിമെന്റ്, കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ഒരു മെമ്മറി വാങ്ങിച്ചു വയ്ക്കുന്ന പോലെ നമ്മൾ ഇതിനകത്ത് മെമ്മറി വാങ്ങിച്ചു വയ്ക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറെ ഒരുപാട് അപകടം ഉണ്ടാകും. ഒരു കമ്പനി ചുമ്മാ ഒരു ചിപ്പ് കൊണ്ട് വയ്ക്കില്ല, അവരതിനകത്തൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് കൊണ്ടുവച്ചാൽ നമുക്ക് ദോശ തിന്നണം തോന്നുമ്പോൾ ഒരു പ്രത്യേക റെസ്റ്റോറൻറ്റിന്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നാൽ നമ്മൾ ആലോചിക്കാതെ തന്നെ ആ ദോശയിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. ഇതൊക്കെ ഒരുപാട് അപകടങ്ങൾ അതിനായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും അപ്പൊ തലച്ചോറിനെ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാധനം. മറ്റൊന്ന്, നമ്മളൊരു യന്ത്രമാണോ എന്നുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഭയങ്കരമായിട്ട് അഭിനിവേശമുള്ളവർക്ക് വേണേൽ പറയാം മനുഷ്യനൊരു യന്ത്രമാണ്. പക്ഷെ കവികളോടോ സരസന്മാരോടോ ചോദിച്ചാൽ അവരൊരിക്കലും മനുഷ്യനൊരു യന്ത്രമായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ചില അർത്ഥത്തിൽ മനുഷ്യൻ യന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മള് ജിമ്മിൽ പോയി കുറെ ദിവസം പ്രവർത്തിച്ചിട്ട് വന്നാൽ നമ്മുടെ ശരീരമൊക്കെ നല്ല മസിലെല്ലാം മെച്ചപ്പെടും. എങ്ങനെയാ മെച്ചപ്പെടുന്നതെന്ന് വെച്ചാൽ ചില മസിലുകൾ വളരെ ശക്തിപ്പെടും, ചിലത് വളരെ വഴങ്ങും. രണ്ട് കാര്യം ഉണ്ടാകും. പക്ഷെ നമ്മൾ സർവകലാശാലയിൽ പോയി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? ശരീരത്തിന് എന്ത് സംഭവിക്കും? ആർക്കെങ്കിലും പറയാമോ? നമ്മൾ സർവകലാശാലയിൽ പോയി 5 വർഷം പഠിച്ചു, 4 വർഷം പഠിച്ചു, പുറത്തു വന്നു. ശരീരത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും? അവിടുത്തെ ഹോസ്റ്റലിലെ ശാപ്പാട് കൊണ്ടല്ല, ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് വ്യത്യാസം ഉണ്ടാകുന്ന വെച്ചാൽ യഥാർത്ഥത്തിൽ ജിമ്മിൽ പോകുന്ന അതേ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. സ്ഥലം വേറെയാണെന്നേ ഉള്ളൂ. ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പൊതുവായിട്ടുള്ള മസിലുകളാണ്, ചിലത് ശക്തി ഉണ്ടാകുകയും ചിലത് മയപ്പെടുകയും ചെയ്യും. പക്ഷെ സർവകലാശാലയിൽ പോയിട്ട് വരുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ ബന്ധപ്പെടുത്തുന്ന മസിലുകളുണ്ട്. മസിലിന് തന്നെ വിളിക്കാൻ ഒക്കില്ല, സിനാപ്സിസ് എന്നാണ് എൻ്റെ പേര്. അതിൽ ചിലത് ശക്തിപ്പെടുകയും ചിലത് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് അതാണ് അതിന്റെ അന്തിമമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വ്യത്യാസമെങ്കിൽ നമുക്ക് നേരിട്ട് അത് ചെയ്യാമല്ലോ. എന്തിനാ നിങ്ങൾ യൂണിവേഴ്സിറ്റി 4 കൊല്ലം ഇരിക്കുന്നത്? അപ്പം ഭാവിയിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ MA ഹിസ്റ്ററി എടുക്കാൻ കേരള യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടെ കെട്ടിടത്തിൽ ചെറിയൊരു മുറി മാത്രമേ കാണുള്ളൂ. അങ്ങോട്ട് ചെല്ലുക, തലയിൽ ഒരു ഹെൽമെറ്റ് വയ്ക്കുക. അസിമോവ് പറഞ്ഞു കാര്യം, തലയിൽ ഹെൽമെറ്റ് വയ്ക്കും, ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ട് MA ഹിസ്റ്ററി എന്നത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ തലച്ചോറിൽ MA ഹിസ്റ്ററി പഠിച്ചു കഴിയുമ്പോൾ തലച്ചോറിൽ എന്ത് വ്യത്യാസം ഉണ്ടാകുമോ ആ വ്യത്യാസം ഇത് നമ്മുടെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന പോലെ അത് നേരിട്ട് തലച്ചോറിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ട് ചെയ്യും. 2 മണിക്കൂർ കഴിയുമ്പോൾ MA ഹിസ്റ്ററി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പുറത്തു വരും. അവിടെ നിന്ന് സമയം നോക്കളായിരുന്നു
അപ്പൊ യന്ത്രമായിട്ട് മനുഷ്യനെ കാണാൻ ശ്രമിക്കുന്ന ഒരുപാട് സമീപനങ്ങൾ വികസിച്ചു വരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഇപ്പൊ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഞാനൊരു വിമർശനമായിട്ട് പറയുന്നു എന്നൊന്നും കരുതണ്ട. നമുക്കത് വളരെ സൗകര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ കൈയും കാലും എല്ലാം പ്രവർത്തന സജ്ജമാക്കി എടുക്കാനായിട്ട് വേറെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, അവരുടെ തലച്ചോറിൽ നിന്നുള്ള അതിനുള്ള ബന്ധം പോയെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ ബന്ധം കൊടുക്കാം, വേറെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ കൊടുക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ടാകാം. അതുപോലെ സംസാരിക്കാൻ സാധിക്കാത്തവരുടെ ശബ്ദം പുറത്ത്, അവരുടെ മനസ്സ് വായിച്ച് ശബ്ദം പുറത്തു കൊണ്ടുവരാൻ സാധിക്കാം. അങ്ങനെ യന്ത്രം മനുഷ്യനെ ചുറ്റിപ്പറ്റി ഒരുപാടെണ്ണം അടുത്തോട്ട് വരുന്നുണ്ട്. മനുഷ്യന്റെ ചുറ്റി വരുമ്പോഴത്തേക്കാണ് ഞാൻ പാതി യന്ത്രമാകുന്ന മനുഷ്യനെന്ന് ഭൗതികമായിട്ട് പറയുന്നത്. രണ്ടാമത് പാതി യന്ത്രമാകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഈ മുഴുവൻ സംവിധാനങ്ങൾ നമ്മൾ കണ്ടുവരുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മനുഷ്യനെ ഒരു യന്ത്രമായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സ്വിച്ചുകൾ തിരിച്ചാൽ പ്രത്യേക രീതിയിൽ ചലിക്കുന്ന, പ്രത്യേക രീതിയിൽ പെരുമാറുന്ന ഒരു യന്ത്രമാണെന്ന് സോഷ്യൽ മീഡിയയുടെ പിന്നണിയിലിരിക്കുന്ന വിദഗ്ധർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരതനുസരിച്ചിട്ടാണ് നിങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരാണ് പലതും. യുവൽ ഹരാരിയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇപ്പം ഭരിക്കുന്നത് അൽഗരിതങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യാന്ത്രികമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് മനുഷ്യൻ എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് അതെല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യന് യന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്വഭാവം, അല്ലെങ്കിൽ യന്ത്രം ശരീരമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടുവരുന്നു. ഇനി വരുന്ന വർഷങ്ങളിൽ അത് ഒരുപാട് വികസിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ യന്ത്രവും മനുഷ്യനും കൂടെ സഹകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ രണ്ട് സ്ഥലത്തു നിന്ന് നമ്മൾ അതിനുള്ള ഏറ്റവും അത്ഭുതകരമായ കാര്യം കേൾക്കുന്നു. ഒന്ന് ചൈനയിൽ നിന്ന്, ഒന്ന് എലോൺ മസ്കിൽ നിന്ന്. ചൈനയിൽ അവർ ഈ വർഷം, അടുത്ത വർഷം പുറത്തു കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗർഭം ധരിക്കാനൊക്കുന്ന റോബോട്ട്. എലോൺ മസ്കും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് സ്ഥലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്ത്രീകള്, അമ്മയുടെ ധർമ്മം നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒരു ഒഴിവ് കിട്ടും. നമുക്കറിയാം, നമ്മൾ ശാസ്ത്ര ഇതിനകം തന്നെ കുഞ്ഞിനെ ടെസ്റ്റ് ട്യൂബിനകത്ത് ആദ്യം കോശം ഉണ്ടാക്കിയെടുക്കാൻ അറിയാം. ആ കോശം ഈ റോബോട്ടിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ അത് അവിടെ കിടന്ന് വളർന്നോളൂ. അമ്മ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കിയാണ്. ഏതോ അരസികനായ ശാസ്ത്രജ്ഞൻ ഒരിക്കൽ, അരസികനാണെങ്കിലും ഒട്ടും മോശമല്ലാത്ത ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, അമ്മയുടെ ഗർഭപാത്രം കുഞ്ഞിന് വളരാൻ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ്. കാണാനൊക്കുന്നില്ല, മോണിറ്റർ ചെയ്യാനൊക്കില്ല, ഇന്റർവ്യൂ ചെയ്യാനൊക്കില്ല, 24 അവർ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാനൊക്കില്ല എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞർ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആ കുഞ്ഞിനെ വളർത്തുന്നത് വേറൊരു ഇടത്തേക്ക് മാറ്റാനായിട്ട് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യനും യന്ത്രവും തമ്മിൽ വീണ്ടും അടുക്കുകയാണ്. പങ്കാളിയാണെന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാതല്ല. ഭർത്താവും ഭാര്യയുണ്ട്, പക്ഷെ കുഞ്ഞ് വളരുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തുമല്ല, വേറെ യന്ത്രത്തിൻ്റെ. അതാണ് ആ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന രൂപം കൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധി നമ്മുടെ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ പോലൊന്നും അല്ല. അതെല്ലാം ഇതുവരെ ഉണ്ടായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ എടുത്തെറിയുന്ന, ഇത് വലിയ സുനാമി പോലെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു സംശയവും നമുക്കതിലില്ല. ഞാനിപ്പോൾ ഒരു സാധാരണ പറയുന്ന പോലെ ഒരു അഭൂതപൂർവ മാറ്റം എന്ന് പറയല്ല. നമ്മൾ ഇതുവരെ വായിച്ചതും കണ്ടതും ആലോചിച്ചതും എല്ലാം വെച്ച് നോക്കിയാൽ അതിന്റെ എല്ലാം അപ്പുറത്ത്, അസ്തിമകൾക്കെല്ലാം അപ്പുറത്തായിട്ട് സംവിധാനത്തിലേക്ക് നമ്മളിത് കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം ആയതുകൊണ്ട് അതിന് കുറേയൊക്കെ സാധാരണത്വം വന്നു കഴിഞ്ഞു. അപ്പം അത് വീഡിയോ ഉണ്ടാക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു, പുസ്തകം തന്നെ എഴുതുന്നു. ഇതെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഇതൊക്കെ എന്താ കാര്യം എന്നുള്ളതാണ്. അപ്പം അതൊരു അത്ഭുതമല്ലാതായി മാറിയിരിക്കും. ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് അത്രയും സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലെ യന്ത്രവും മനുഷ്യനും തമ്മിലുള്ള ഒരു സഹവർത്തിത്വം പുതിയ തലത്തിലേക്ക്, മനുഷ്യന്റെ പങ്കാളിയായും മനുഷ്യന് യന്ത്രത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ചില രൂപങ്ങളായും മനുഷ്യനിൽ തന്നെ സന്നിവേശിക്കുന്ന ചില ഭാഗങ്ങളായിട്ടും മനുഷ്യത്വം യന്ത്രങ്ങളിൽ പ്രവേശിക്കുന്ന ചില സംവിധാനങ്ങളായിട്ടും എല്ലാം ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ചുരുക്കി പറയാൻ, ഈ പ്രഭാഷണത്തിൽ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ എന്തെങ്കിലും പറയണമല്ലോ? ഇവരെ സംസാരിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത്. അതെ, ചോദ്യം ചോദിക്കുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. ചോദ്യം തന്നെ ചോദിക്കണം. വിളിച്ചെന്ന അഭിപ്രായം പറയുമ്പോൾ ഞാനാണ് പ്രസംഗിക്കുന്നത്, നിങ്ങളെല്ലാം ഓർത്തോണം. അതുകൊണ്ട് കുറച്ച് സമയം പറയാമോ? സാറേ, ഇവിടെ ആവർത്തിച്ച് വന്നൊരു ചോദ്യമുണ്ട്.
ഈ റോബോട്ട് വരും. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യന്ത്രം തന്നെയല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് അതിനകത്ത് ഒരു യന്ത്രം റോബോട്ടുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, മനുഷ്യൻ ആദ്യകാലത്ത് തന്നെ എന്തെങ്കിലും ഒരു ആയുധം, ഒരു യന്ത്രം എടുത്താണ് ജീവിച്ചിരുന്നത്. ഒരു ചൂണ്ട, മീൻ പിടിക്കുന്ന ചൂണ്ടയാവാം, അല്ലെങ്കിൽ വേട്ടയാടാനുള്ള ഒരു മരക്കൊമ്പ് കൂർപ്പിച്ചതാവാം. അന്ന് തൊട്ട് യന്ത്രത്തെ നടത്തി മാറ്റിക്കൊണ്ടുള്ള ഒരു മനുഷ്യരുണ്ടോ എന്തെങ്കിലും ഏതെങ്കിലും കാലത്തെന്നുള്ള ചോദ്യം. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പൊ ഈ ക്വാളിറ്റേറ്റീവ്ലി ഈ സംഭവം ഉണ്ടാക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളുടെ കുറെ ചർച്ചകൾ പല വിഷയങ്ങളാണ്. അതില് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എത്രയോ മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം. എനിക്കാണ് ഞാൻ പല പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കോട്ട് വീണ്ടും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡാലി എന്ന് പറഞ്ഞ ചിത്രകാരനോട് ഷിസോഫെനിക്കായിരുന്നു, പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ. നമുക്കറിയാം, ക്ലോക്ക് ഇങ്ങനെ ഉരുകി കിടക്കുന്ന പടം വരച്ചു. അദ്ദേഹത്തോടൊരു പത്രലേഖകൻ ചോദിച്ചു, ആരോ വളരെ ബ്ലണ്ടായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഭ്രാന്തനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഭ്രാന്തനും ഞാനും തമ്മിലുള്ള ഏക വ്യത്യാസം എനിക്ക് ഭ്രാന്തില്ല എന്ന് മാത്രമാണ്. ഭ്രാന്തനും ഞാനും തമ്മിലുള്ള ഏക വ്യത്യാസം എനിക്ക് ഭ്രാന്തില്ല എന്ന് മാത്രമാണ്. റോബോട്ടും ഈ വളർന്നു വരുന്ന രീതിക്ക് കുറച്ച് കഴിയുമ്പോൾ റോബോട്ടും മനുഷ്യനും തമ്മിലുള്ള ഏക വ്യത്യാസം റോബോട്ട് മനുഷ്യനല്ല എന്ന് മാത്രമാണ് വ്യത്യാസം. വേറെ വ്യത്യാസം ഒന്നും പറയാമോ? ഇപ്പൊ തന്നെ ChatGPT-യോട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്റെ ഭാര്യയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംസാരിച്ചുകൂടാ. അപ്പൊ ഇതൊരു മനുഷ്യരൂപം കൂടെ കിട്ടിക്കഴിയുമ്പോൾ, അത് നമ്മുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതിന് മനുഷ്യത്വമില്ല, വികാരങ്ങളില്ല, സ്നേഹമില്ല, സങ്കടമില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടെന്ന് കാണിക്കാൻ സാധിക്കും, ഇതെല്ലാം ഉണ്ടെന്ന് ബാധിക്കാൻ സാധിക്കും. ഇടയ്ക്ക് മനുഷ്യരും അങ്ങനെയല്ലേ? ഞാൻ ചോദിക്കണം, നമ്മുടെ അടുത്ത് വളരെ, നമ്മൾ പറയില്ലേ, വളരെ സ്നേഹം ഭാവിച്ചു, ഞാൻ അവനെ വിശ്വസിച്ചു, അവൻ വളരെ ആത്മാർത്ഥത ഉണ്ടെന്ന് കരുതി. ഒരു ദിവസം രാവിലെയാണ് അറിയുന്നത് ആത്മാർത്ഥതയൊന്നും ഇല്ലാന്ന്. ഈ റോബോട്ടിൻ്റെയൊക്കെ വ്യത്യാസം ഒരു ദിവസം രാവിലെ അറിയില്ല എന്ന് മാത്രം. പക്ഷെ അത് ആത്മാർത്ഥതയില്ലാതെ, സ്നേഹമില്ലാതെ, അനുകമ്പയില്ലാതെ, അലിവില്ലാതെ, കരുണയില്ലാതെ, പ്രണയമില്ലാതെ, കവിതയില്ലാതെ, ഇതെല്ലാം ഉണ്ടെന്ന് ഭാവിച്ച് നമ്മളെ കബളിപ്പിച്ച് അത് ജീവിക്കും. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, മനുഷ്യനല്ലാത്തേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് തിരിച്ചറിയാനൊക്കാത്ത രീതിയിൽ മനുഷ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് റോബോട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞർ വളരെ നേരത്തെ ഈ ചോദ്യം നേരിട്ടു. അപ്പൊ അവരതിനെ വളരെ വിദഗ്ധമായ, അവർക്ക് ഇതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അവരെ വിദഗ്ധമായ ഒരു മറുപടിയും കണ്ടുപിടിച്ചു. അതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയാൽ, മനുഷ്യർക്ക് തോന്നിയാൽ, അതിന് ബുദ്ധിയുള്ളതായി കണക്കാക്കാം എന്നാണ് അലൻ ട്യൂറിംഗ് ഒരു ടെസ്റ്റിലൂടെ പറഞ്ഞത്. കമ്പ്യൂട്ടറിന് ബുദ്ധിയുള്ളതായി സാധാരണ മനുഷ്യർക്ക് തോന്നിയാൽ, ഇപ്പൊ കവിത്വം തന്നെ എടുക്കാം. ഞാൻ കമ്പ്യൂട്ടർ കവിത എഴുതി എന്ന് പറഞ്ഞ് കാണിച്ചാൽ, ചില കവികളെ കാണിച്ചാൽ അവർക്ക് മുൻവിധി ഉണ്ടെങ്കിൽ അവർ പറയും, ഇത് കണ്ടാ അറിയാം, ഇതിൽ ആത്മാവില്ല, ചേതനയില്ല, അസ്തിത്വ ദുഃഖമില്ല എന്ന് പറയും. പക്ഷെ അതേ കവിത 10 കവികൾ എഴുതിയ കവിതകൾക്കിടയിൽ ഒരേ ഫോണ്ടിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് കൊടുത്തിട്ട് ഇതിലേതാണ് യന്ത്രം എഴുതിയ കവിത എന്ന് ചോദിച്ചാൽ മഹാകവിക്ക് പറയാൻ ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ എഴുതിയത് ആരാണെന്നുള്ളതല്ല, അതിൽ കവിത്വം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ്. കവിത വിരിയുന്നത് നമ്മുടെ മനസ്സിലാണ്. കവി എഴുതി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണ്. കവിയുടെ മനസ്സിൽ പല ഉദാത്തമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് എഴുതി കഴിയുമ്പോൾ കടലാസിൽ കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണ്. ആ അക്ഷരം നമ്മുടെ മനസ്സിലാണ് വീണ്ടും വിരിയുന്നത്. ചിലപ്പോൾ അത് വിരിയുമ്പം കവിയുടെ മനസ്സിൽ വിരിഞ്ഞ നിറമേ ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ വിരിയുന്നത്. അപ്പൊ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, റോബോട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപഗ്രഥിച്ചാൽ, റോബോട്ട് ചെയ്യുന്ന വളരെ യാന്ത്രികവും വികാരമില്ലാത്തതും മനുഷ്യത്വമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന, ജീവിക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇനി രണ്ടാമത് രഞ്ജിത്ത് ചോദിച്ചത്, ഇത് പോയാ എന്തായിരുന്നു രണ്ടാം ഭാഗം? ആദ്യ ഭാഗം ഞാൻ ഒന്ന് പറഞ്ഞ് ഒപ്പിച്ചു. സെക്കൻഡ് പാർട്ടിനുണ്ട്. നേരത്തെ കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് റോബോട്ടും തമ്മിലുള്ള. മനുഷ്യന് എല്ലാ കാലത്തും, ആദ്യകാലത്ത്
മനുഷ്യൻ യന്ത്രം ഉപയോഗിക്കാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. കൂർത്ത കല്ലെടുത്ത് വെച്ചിട്ടാണെങ്കിലും ചക്രങ്ങൾ എടുത്ത് വെച്ചിട്ടാണെങ്കിലും ഉരുളൻ തടി വെച്ചിട്ടാണെങ്കിലും അതിനെല്ലാം യന്ത്രങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, സെന്റിനൽസ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്ത് വലിയൊരു കല്ലുണ്ട്, ഒറ്റക്കൽ മണ്ഡപം എന്ന് പറയും. ഏകദേശം ഇത്രയോ സൈസുള്ളൊരു കല്ലുണ്ട്. ഇപ്പൊ ISROയിലെ ഒരു ശാസ്ത്രജ്ഞൻ, മലയാളിയല്ല, അദ്ദേഹത്തിന് കൗതുകം തോന്നി എങ്ങനെ ഈ കല്ല് ഇവിടെ കൊണ്ട് എത്തിച്ചു. അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, വളരെ രസകരമായ പുസ്തകമാണ്. അപ്പൊ അതിൽ അദ്ദേഹം അതിന്റെ സിദ്ധാന്തം പറയുന്നുണ്ട് എങ്ങനെ കൊണ്ടുവന്നല്ലോ. ഉരുളൻ തടിയുടെ മുകളിൽ ഈ കല്ല് തിരുമലയിൽ നിന്ന് പൊട്ടിച്ച് കയറ്റി ഉരുട്ടി എത്രയോ പേര് മരിച്ചു കാണുന്നതാണ് അദ്ദേഹത്തിന്റെ തന്നെ സിദ്ധാന്തം. നമ്മുടെ തന്നെ നാട്ട് കഥകളിൽ ഉണ്ട്. ഇത് കരമന ജംഗ്ഷനിൽ, കരമനയിൽ നിന്ന് ഇറക്കത്തിന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് കൈവിട്ടുപോയി, ഉരുണ്ട് ആൾക്കാരെ ചതച്ചരച്ചാണ് ആ കല്ലിന് എത്തിയിരിക്കുന്നത്. പക്ഷേ പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ മൃഗങ്ങളെ യന്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു. ഇപ്പോഴും അതിന്റെ ബന്ധം നമ്മളിപ്പോഴും പറയുന്ന ചില വാക്കുകൾ കിടപ്പുണ്ട്. നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യാൻ ഒരു മോട്ടോർ വാങ്ങിച്ചാൽ അത് 0.5 HP എന്നാണ്, ഹോഴ്സ് പവർ. കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഓർമ്മയിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു അരക്കുതിരയുടെ പണിയാണ് അത് ചെയ്യുന്നത്. അപ്പോ പിന്നെ മൃഗങ്ങളെ യന്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു, ചക്രം ഉപയോഗിച്ച് നമ്മൾ വാഹനങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എഞ്ചിനും മോട്ടറും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ രഞ്ജിത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം, ഈ യന്ത്രങ്ങളെല്ലാം ഉപകരണങ്ങൾ, അവർക്കൊരിക്കലും അവരുടേതായിട്ടുള്ള നമുക്ക് തുല്യം നിൽക്കാൻ പോകുന്ന ഒരു പദവിയില്ലായിരുന്നു. റോബോട്ട് അതല്ല. അതുകൊണ്ടാണ് ഞാൻ റോബോട്ടിനെ, മെഷീൻസിനെ നേരത്തെ ടൂളായിട്ട് ഉപയോഗിച്ചതിന് നമുക്ക് ചരിത്രത്തിൽ മുഴുവൻ ഉദാഹരണമാണ്. പക്ഷെ മെഷീൻ നമുക്കൊപ്പം, നമ്മളോട് ഒപ്പം തലയെടുപ്പോടെ നിന്ന് നമ്മുടെ പങ്കാളിയായിട്ട് ജോലി ചെയ്ത ഒരു ചരിത്രം മാനവരാശിക്കില്ല. ടൂളുണ്ട്, നോട്ട് പാർട്ട്ണർ. കമ്പ്യൂട്ടർ വരുമ്പം ആ കാലത്ത് എല്ലാവരും ഇന്റർനെറ്റ് വരുമ്പോഴും ഒക്കെ മൊബൈൽ ഫോൺ വരുമ്പോഴും ഒക്കെ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അത് എൻ്റെ മിസ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാം അതൊരു ടൂളാണ്, നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കണം. പക്ഷെ ഈ സാധനം ടൂളല്ല, ഇറ്റ് ഇസ് എ പാർട്ട്ണർ, ഹാഫ് ഹ്യൂമൻ. അതുകൊണ്ട് ഇതുവരെ അങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. നമ്മുടെ ടൂള് യന്ത്രത്തിനെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ നോക്കിയാൽ അത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അത് നമുക്ക് ഒരു കൂന്താലി നമ്മളെ തൊട്ടില്ലെങ്കിൽ അതവിടെ താഴെ ഇരിക്കാനും. പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ നടന്ന്, നമ്മളൊന്നും പറയാതെ സ്വന്തം തീരുമാനത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു യന്ത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ വ്യത്യാസമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യോജിക്കുന്നു, വിയോജിക്കുന്നു. ചോദ്യങ്ങളുണ്ട്. സാറിപ്പോൾ പറഞ്ഞത് ഹ്യൂമനോയിഡിന് അല്ലേ ബാധകം? എല്ലാ റോബോട്ടിനും അല്ലെങ്കിൽ റോബോട്ടിക്സിൽ ഉണ്ടാക്കുന്ന എല്ലാ യന്ത്രങ്ങൾക്കും ഈ പറഞ്ഞതെല്ലാം ബാധകമല്ലല്ലോ. അല്ല, പക്ഷേ ഇങ്ങനെ ഒരു റോബോട്ട് വന്ന് ആരാ പിന്നെ മറ്റേതിൻ്റെ പുറകെ പോകുന്നു? ഈ മനുഷ്യരൂപമുള്ള എല്ലാ വൈഭവങ്ങളുമുള്ള ഒരു യന്ത്രം വരികയാണെങ്കിൽ മറ്റേതൊന്നും പിന്നെ ഒരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ പറയത്തക്ക കാര്യങ്ങളോ അല്ല. ഇതായിരിക്കും നമ്മുടെ ചർച്ചാ വിഷയത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളതാണ്. പക്ഷെ അങ്ങ് പറഞ്ഞ കാര്യം ശരിയാണ്. അങ്ങനെ അല്ലാത്ത യന്ത്രങ്ങളുണ്ട്, അങ്ങനെ അല്ലാത്ത റോബോട്ടുകളുണ്ട്. കാറ് കമ്പനി അങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഈ റോബോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഒന്ന് ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ ചർച്ച ചെയ്തതിന്റെ പേര് ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ്. മനുഷ്യാകാരമുള്ള, മനുഷ്യന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന, മനുഷ്യന്റെ വൈഭവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന റോബോട്ടുകൾ, മനുഷ്യരൂപമുള്ള റോബോട്ടിനെയാണ് നമ്മൾ ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് വിളിക്കുന്നത്. അതാണ് പങ്കാളി. മറ്റേതെല്ലാം ടൂള. അതിനെ തന്നെത്താനെ ചലിക്കുന്നു, നടക്കുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് ഈ സ്ഥാനം കൊടുക്കാനൊക്കില്ല. ഇത് വളരെ മഹനീയമായ സ്ഥാനമാണ്. നമ്മുടെ തോളോട് തോൾ ചേർന്ന് വാൾ ഉയർത്താൻ വന്നിരിക്കുകയാണ്. ഹ്യൂമനോയിഡ് റോബോട്ടിക്കുമാണ്. അതെ അതെ അങ്ങനെ അതെ. ആരുടെ ഭാഷ? ഇവിടെ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാ സെഷനുകളിലും ഏറെക്കുറെ ചോദ്യം വന്നു, ഇവിടെയും വരാതിരിക്കണ്ട. ഈ മനുഷ്യന്റെ ഒരു ചിന്ത ആത്യന്തികമായി മനുഷ്യന്റെ ചേതനയും മനുഷ്യന്റെ യുക്തിയും മനുഷ്യത്വവും ഡൊമിനേറ്റ് ചെയ്യും. അവസാനം മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പല പ്രഭാഷകരും പറഞ്ഞത്. വരുന്ന കാലത്ത് എല്ലാം ഇപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ യന്ത്രങ്ങൾ, പുതിയ യന്ത്രങ്ങൾ നിൽക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം
വരുമ്പോൾ അത് മനുഷ്യരാശിക്ക് വെല്ലുവിളി ഉയർത്തുമോ, അതോ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതുമായിട്ടുള്ള എൻഗേജ്മെന്റിൽ കൂടെ മനുഷ്യന്റെ തലച്ചോറ് പുതിയ തലങ്ങളിലേക്ക് വളരാനുള്ള ശേഷി ആർജിക്കുമോ, നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്തവണ്ണം മനുഷ്യരാശിയുടെ തന്നെ ശേഷി വർദ്ധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യരാശിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഇതുവരെയുള്ള കാര്യം ആദ്യം ഒന്ന് പരിശോധിക്കണം. യന്ത്രങ്ങൾ വന്നപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ ഒരുപാടുണ്ടായി. നമുക്ക് ഇന്ന് ഇവിടുന്ന് യാത്ര ചെയ്ത് നാളെ അമേരിക്കയിൽ എത്താൻ സാധിക്കും. ചരക്കുകളാണെങ്കിൽ 1-2 മാസം കൊണ്ട് വലിയ കണ്ടെയ്നറുകളിൽ 25,000 കണ്ടെയ്നേഴ്സിൽ ഒരു ഷിപ്പിൽ വെച്ച് 3 മാസം കൊണ്ട് അത് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. നമ്മളെ തന്നെ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച ഡ്രർ എന്ന് പറഞ്ഞ് നമുക്ക് കേശവസ്വരത്ത് പറഞ്ഞു. നമ്മൾ നടന്നു പോയിരുന്ന എങ്ങനെയായിരുന്നു? ആദിശങ്കരനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം എഴുതിയതിനേക്കാൾ കൂടുതൽ ഞാൻ ആലോചിക്കുന്നത് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് നടന്ന് കാശ്മീർ, അത് കഴിഞ്ഞ് ബംഗാളിൽ പോയി, അത് കഴിഞ്ഞ് ഗുജറാത്തിൽ പോയി, അത് കഴിഞ്ഞ് കാഞ്ചീപുരത്ത് പോയി, തിരുവനന്തപുരത്ത് വന്നു. നമുക്ക് നടക്കാവോ കോട്ടെടുത്തൊക്കെ? ആലോചിക്കാനോ? അപ്പോ യന്ത്രങ്ങൾ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ. ഇവിടെ തന്നെ നമ്മളിപ്പോ ഈ ഫാൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഒരു 100 വർഷം മുമ്പാണ് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തിയെങ്കിൽ നമുക്ക് ഫാൻ കാണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നുകിൽ ന്യൂസ് പേപ്പർ എടുത്ത് വീശും. പഴയ കാലത്ത് അമ്മമാർ തോടി ഒരു തുണി ഇട്ടേക്കും, അവരതിനെടുത്ത് അത് തന്നെ വിശറി പോലെ ഇങ്ങനെ വീശും. പഴയ സിനിമയിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവരുടെ കൈ അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ ദേഹം അനങ്ങില്ല, ഈ ഫാൻ ഉള്ളതുകൊണ്ട് അനങ്ങുന്നില്ല. അവരിത് കഴിഞ്ഞ് നടന്ന് 3/4 മണിക്കൂർ എടുത്ത് അവിടം വരെ പോകുന്ന വഴിക്ക് 2 കടയിൽ കയറി മുറുക്കുകയോ ചായ കുടിക്കുകയോ 5-6 പേരെ വഴി കാണുകയും സംസാരിക്കുകയും ചെയ്യും. നമ്മളിവിടുന്ന് കാർ എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ആരെയും കാണൂല, നമ്മുടെ ദേഹം അധികം അനങ്ങൂല, നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് ചലിക്കുകയുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പൊ യന്ത്രങ്ങൾ നമുക്ക് എന്ത് സമ്മാനിച്ചു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, മനുഷ്യ ശരീരം ആരോഗ്യപൂർണവും ആഹ്ലാദപൂർണവുമായിട്ടിരിക്കണമെങ്കിൽ, മനുഷ്യ മനസ്സ് ആഹ്ലാദപൂർണമായിട്ടിരിക്കണമെങ്കിൽ മനുഷ്യൻ നന്നായിട്ട് ചലിക്കണം. മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ യന്ത്രങ്ങളെല്ലാം ഉണ്ടെങ്കിലും 45 വയസ്സ് കഴിയുമ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ശരീരത്തിന് വ്യായാമം പോരാ, അതുകൊണ്ട് നടക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? BMW കാർ അതുകൊണ്ട് ആ ജംഗ്ഷനിൽ ഇട്ടിട്ട് ഈ കനകക്കുന്ന് കൊട്ടാരത്തിനകത്തൂടെ ഇങ്ങനെ വട്ടം കറങ്ങി ലക്ഷ്യമില്ലാതെ നടക്കുന്നു. അവ യന്ത്രത്തിനെ ഉപേക്ഷിക്കുകയാണ് ഒരു നിമിഷം. നമുക്ക് വളരെ വില കൂടിയ കാർ അവിടെ കിടക്കുകയാണ്. അതുപോലെ നമ്മുടെ മാനസിക വ്യാപാരം അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യം, അതൊരു പണി മാത്രമല്ല. ഈ പ്രണയിക്കുന്നവര് ChatGPT കൊണ്ട് പ്രണയലേഖനം എഴുതുന്നു എന്ന് കേൾക്കുന്നു. എനിക്ക് മനസ്സിലാണില്ല പിന്നെ എന്തിനാ പ്രണയിക്കാൻ പോണ്. കാരണം പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാവമാണ് അതിനെ ഭാഷയിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ളത്. നമുക്ക് ഓരോരുത്തരും കഴിയുന്ന പോലെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ പണ്ടും പ്രണയലേഖനം മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മനുഷ്യന് ആരോഗ്യവാനും മാനസികാരോഗ്യമാണ് അവിടെ കൂടുതൽ. മാനസികാരോഗ്യം നന്നായിരിക്കാനും സന്തുഷ്ടവാനായിരിക്കാനും ഉള്ളതാണ്. അത് മുഴുവൻ യന്ത്രത്തിന് കൊടുത്താൽ മനുഷ്യൻ പിന്നെ ആഹ്ലാദമില്ലാത്ത, അപ്പൊ ശരിക്കും മനുഷ്യൻ യന്ത്രമായിട്ട് മാറും. ആഹ്ലാദമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ആവശ്യമെങ്കിൽ ചെയ്യാവുന്ന ഒരു സാധനമായിട്ട് മാറും. ഇനി നമ്മളെ കീഴടക്കുമോ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് ആദ്യം പറയാനുള്ള ഉത്തരം നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകളും കൂടെ തീരുമാനിക്കേണ്ടി വരും. കാരണം അവരുമായിട്ട് പങ്കിടുന്ന ഒരു ലോകമാണ് നമുക്കിനി ഉണ്ടാകാം. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഞാൻ ഒരു സൂചന പറഞ്ഞല്ലോ, അവർക്ക് വോട്ടവകാശം കൊടുക്കേണ്ടി വരും, പാർഷ്യൽ വോട്ടവകാശം കൊടുക്കേണ്ടി വരും. അവരെ വേറെ എന്തൊക്കെ റോളിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഹ്യൂമനോയിഡ് റോബോട്ടിനെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ കാണും. വഴക്കൊക്കെ കൂടി അതിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ 2 ദിവസത്തേക്ക് വലിയ ശല്യമില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോ ഈ സംവിധാനം നമ്മളെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എങ്കിലും ഞാൻ കരുതുന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അത് നമ്മുടെ ഭരണവ്യവസ്ഥ, സമൂഹത്തിന്റെ ഘടന, സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു, അവിടെ എല്ലാം ഇതിന്റെ അനുരണനം ഉണ്ടാകും. അത് എങ്ങനെ ഇരിക്കുന്ന അങ്ങനെ കൃത്യമായിട്ട് പറയാനുള്ള വൈഭവമൊന്നും എനിക്കില്ല. എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. കാരണം വളരെ കാലത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ ഈസി ആയിട്ട് പറയാം. നമ്മൾ ചോദിക്കാരും കാണൂല സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കാണൂല നമ്മളത്തെ ആരും ചോദിക്കും. പക്ഷെ ഞാൻ കരുതുന്നു അത്തരത്തിലൊരു പ്രവചനം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കരുതുന്നു അതിസങ്കീർണമായി സമൂഹത്തിന്റെ ഘടനയും സമൂഹത്തിന്റെ ഭാവിയും ഉരുത്തിരിയും ഈ പ്രസൻസ് കാരണം മാത്രം ഞാൻ പറഞ്ഞ് അതിനെ തുറന്നു വയ്ക്കുക. താമസിച്ചു പോയി.
വേറെ ചോദ്യം ഉണ്ടോ? അനിതാ ചോദിക്കും. യെസ്. റോബോട്ടുകൾക്ക് പരിമിതികൾ കുറവാണല്ലോ. അതായത് ഇപ്പൊ തണുത്ത രാജ്യത്താകുമ്പോൾ ആ തണുപ്പിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ പ്രവർത്തിക്കാം. ചൂടാകുമ്പോഴും അങ്ങനത്തെ പരിമിതിയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ തൊഴിൽ മേഖലകളിൽ അവരുടെ ഒരു ഇറങ്ങിച്ചെല്ലൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ മനുഷ്യന്റെ തൊഴിൽ സാധ്യതകൾക്ക് വെല്ലുവിളിയാവുകയല്ലേ. അപ്പൊ എന്താ ചെയ്യാ? ഇതിനകം തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഞാൻ ചോദിക്കുന്ന യന്ത്രങ്ങൾ വന്ന കാരണം തൊഴിലിന് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. നേരത്തെ നമ്മള് ഈ താളിയോലയിൽ പകർത്തി വേണം പുസ്തകങ്ങൾ തയ്യാറാക്കാൻ, പാഠങ്ങൾ തയ്യാറാക്കാൻ. അപ്പോൾ ഒരുപാട് പേര് ഇരുന്ന് താളിയോലയിൽ എഴുതുകയും ചെയ്തു. അച്ചടി യന്ത്രം ഉണ്ടാകും. അച്ചടി യന്ത്രം വന്നപ്പോൾ അവരുടെ എല്ലാം പണി പോയില്ലേ. പിന്നെ ആരാ ഓലയിൽ എഴുതുന്നു? ഇപ്പം ആരെങ്കിലും ഓലയിൽ എഴുതും, ആരും എഴുതി. അതുപോലെ നേരത്തെ വള്ളം ഊന്നുന്നവരും ഉന്തുവണ്ടി വലിച്ചുകൊണ്ട് പോകുന്നവരും അവരുടെ എല്ലാം പണി പോയില്ലേ? ആധാരം എഴുത്തുകാർ, അതല്ല ഫോട്ടോ സ്റ്റുഡിയോ, എല്ലാവരുടെ കയ്യിലും ക്യാമറ ഇല്ലേ? നേരത്തെ ഞാനൊക്കെ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ചെറുപ്പത്തില് മുഴുവൻ ചെറുപ്പത്തിലും കൂടെ ഒരു 10-15 തവണ ഫോട്ടോ എടുത്തു കാണും. ഇവിടുത്തെ പിള്ളേർ ഒരു ദിവസം 200-300 ഫോട്ടോ എടുക്കില്ലേ? അപ്പൊ ഫോട്ടോ സ്റ്റുഡിയോയുടെ ജോലി പോയില്ലേ? വലിയ അർത്ഥത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ റോബോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ജോലി പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പോകുന്ന ജോലിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ റോഡിൽ ആ സീവേജ് ഹോള് ഇളക്കി അത് കുഴിച്ച് അതിനകത്ത് ചെന്ന് മനുഷ്യ വിസർജ്യം എടുത്ത് മാറ്റുന്നത് ഇഷ്ടമുള്ള ജോലിയാണ് ആർക്കും. അതിനകത്ത് ഇറക്കാനുള്ള റോബോട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയായിരുന്നു ഒരു കമ്പനി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ലതല്ലേ? പാകിസ്ഥാനിലെ ബോർഡറിൽ ചെന്ന് അവരുടെ വെടിയുണ്ട കയറ്റി വാങ്ങാനായിട്ട് പോകാനായിട്ട് ആർക്കെങ്കിലും പത്രത്തിലൊക്കെ വായിക്കുന്ന രസമാണ്. ഞാൻ ചോദിക്കണം, അവിടുത്തെ പട്ടാളക്കാരുടെ വീട്ടുകാരെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? അവിടെ ആ പട്ടാളത്തിന് ആ മുമ്പിൽ റോബോട്ട് പോയി. പക്ഷെ പാകിസ്ഥാനിലെ റോബോട്ട് കാണുന്ന ഓർത്തോണം, പുറത്തെ റോബോട്ടായിരിക്കും. ഇപ്പൊ റോബോട്ട് പോകുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ റേഡിയേഷൻ ഉണ്ടെന്ന് അവിടെ റോബോട്ട് ചെന്ന് പ്രവർത്തിക്കും. നമുക്കാർക്കും, നമ്മുടെ വീട്ടുകാർക്കാർക്കും പിന്നെ പ്രശ്നമില്ല. അവിടെ പോയി ജോലി ചെയ്ത് റേഡിയേഷൻ വന്നു, നമുക്ക് എന്നാൽ ന്യൂക്ലിയർ എനർജിയുടെ ഉപയോഗം കിട്ടും. അപ്പം ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിന്റെ വീട്ടിൽ പാമ്പ് വന്നു പിടിക്കാൻ നമ്മൾ പാമ്പ് ആവായി വിളിക്കണ്ട. നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലും ഒരു ഹ്യൂമനോയിഡ് റോബോട്ട്, ഈ കാർ വാങ്ങിക്കുന്ന പോലെ ഒരു റോബോട്ടിനെ ഉണ്ടെങ്കിൽ അത് അപകടകരമായ എല്ലാ കാര്യവും ചെയ്യും. നമ്മൾ നടക്കുമ്പോൾ കൂടെ ഒരു റോബോട്ടും കൂടെ വന്നാൽ ഈ പട്ടി ശല്യം തീർന്നു, അത് പട്ടിയെ പിടിച്ചു വയ്ക്കും ഓടി വന്നു കഴിഞ്ഞാൽ. അപ്പം ഗുണകരമായ കാര്യങ്ങളുണ്ട്. എന്നാൽ അതേസമയം നമുക്ക് സന്തോഷം തരുന്നത്, മനുഷ്യത്വം ഉണർത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യന്ത്രത്തിന് വിട്ടുകൊടുത്താൽ, ചെറിയ ഉദാഹരണം, കൊച്ചു കുട്ടിയെ പഠിപ്പിക്കാനായിട്ടൊരു മനുഷ്യന് പകരം നമ്മളൊരു റോബോട്ടിനെ കൊണ്ട് വെച്ചു കൊടുത്താൽ അത് എങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കില്ല. ഒരുപക്ഷെ ഒരു കവിക്ക് പറയാൻ സാധിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്. മനുഷ്യത്വം ഒലിച്ച് ചോർന്നു പോകുന്ന എന്തോ കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിലും ഏതൊക്കെ തൊഴിൽ ഈ കമ്പ്യൂട്ടർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ നിലനിൽക്കും, എങ്ങനെയാണ് ധനം ഉൽപ്പാദിപ്പിക്കപ്പെടുക, ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവില്ല. പക്ഷെ ഇതെല്ലാം മനോഹരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും 10-20 കൊല്ലത്തേക്ക് പേടിക്കാനൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സംഘടനകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കില്ല. പക്ഷെ നമ്മളങ്ങനെ എളുപ്പം റോബോട്ടിനെ കടത്തിവിടാൻ സമ്മതിക്കില്ല. പക്ഷെ ഇതിന്റെ ലോങ് റൺ ഒരു വലിയ ചോദ്യമായിട്ട് മാറും. മറ്റൊരു ചോദ്യം. ഹലോ സർ, മറ്റൊരു ചോദ്യം. നമ്മുടെ ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മൊബൈൽ എല്ലാം നമ്മുടെ അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പ്രവർത്തന ശക്തി അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത് സംശയമാണ്. തന്നെ അതെ. അല്ല, പ്രവർത്തന ശക്തിക്ക് അതിന് വളരെ ശക്തമായിട്ടൊരു പ്രോസസ്സർ വേണം. ഇപ്പം നമുക്ക് ഈ GPU എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള പ്രോസസ്സറാണ്. ഇപ്പോഴുള്ള ആവശ്യങ്ങൾക്കെല്ലാം അത് മതി. അതിൻ്റെ തന്നെ കൂടുതൽ എണ്ണം ചേർത്താൽ ശക്തി കൂടും. പക്ഷേ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ കഴിവിരിക്കുന്നത് ആ പ്രോസസ്സറിൽ മാത്രമല്ല. അതിൻ്റെ പ്രോസസ്സറുകൾ ഒരുപാട് ഉപയോഗിച്ച് മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ വിജ്ഞാനവും അരച്ച് കലക്കി ഇവിടെ നേരത്തെ കണ്ട പോലെ പാരാമീറ്റേഴ്സ് ആക്കി മാറ്റി ആ പാരാമീറ്റേഴ്സ് ഇതിന് അവൈലബിൾ ആണ്. അതിൽ കൂടെയാണ് അതിന്റെ ശക്തി ഇരിക്കുന്നത്. ആ പാരാമീറ്റേഴ്സ് ഇല്ലെങ്കിൽ ഈ പ്രോസസ്സറുകളോട് ഗുണമൊന്നുമില്ല. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ സംവിധാനത്തിലാണ് അതിന്റെ ശക്തി. ആ സംവിധാനം ഈ 2024 നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് ഹാപ്ഫീൽഡ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ്. ഫിസിക്സിൽ നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ കുട്ടി ഇവിടെ ചെയ്തത്. ഒരു 2 പേര് തമ്മിൽ സംസാരിക്കുന്നതിന്റെ
പൊരുൾ കുറച്ച് ചെറിയ കണക്കൂട്ടലാക്കി മാറ്റാൻ സാധിക്കുമോ? അതിന്റെ ലളിതമായ പ്രദർശനമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് സമ്മാനം കൊടുത്തത്. ഫിസിക്സിലെ അവർക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് നോബൽ സമ്മാനം ഇല്ലാത്തതുകൊണ്ട് അതിൽ കൊടുത്തു. ഒരു ചോദ്യം കൂടെ എഴുതി തന്നിരിക്കുന്നു. ടൂളിന് പകരം പാർട്ട്ണറായി മാറ്റുന്ന യന്ത്രത്തെ സഹജീവിയായിട്ട് കൂട്ടുമ്പോൾ മാനവികത എന്ന മൂല്യത്തിന്റെ മുന്നേറ്റം എത്രത്തോളമായിരിക്കും? ഞാൻ ഉത്തരം പറയാം. ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. ഓരോ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മൾ കാണാത്ത രീതിയിലായിരിക്കും അതിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ചെറിയൊരു ഉദാഹരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, യന്ത്രം വരുമ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് മാനവികത എന്താണെന്ന് കാലിബ്രേറ്റ് ചെയ്യാനായിട്ടൊരു സാധനമായി. മനുഷ്യത്വം എന്താണെന്ന് താരതമ്യപ്പെടുത്താൻ നമുക്ക് മനുഷ്യന് തുല്യമായിട്ട് വേറെ ആരും ഇല്ലല്ലോ, പിന്നെ മൃഗങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ മനുഷ്യര് തമ്മിൽ സംസാരിച്ച് നമ്മളിലുള്ള മാനവികതയുടെ ഏറ്റക്കുറച്ചിൽ മാത്രമേ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുള്ളൂ. പക്ഷെ ഇതാ വരുന്നു ഒരു യന്ത്രം, മനുഷ്യനല്ല, പക്ഷെ മനുഷ്യത്വം കാണിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ മനുഷ്യൻ അവനെ സ്വയം ഇതുമായിട്ട് ചേർന്ന് വിലയിരുത്തുകയും മനുഷ്യത്വം എന്താണെന്നും അതിന്റെ നേർത്ത അർത്ഥഭാവങ്ങൾ മനസ്സിലാക്കാൻ ഒരു അവസരമായിട്ട് മാറുന്നതാണ് എനിക്ക് യന്ത്രം ഉണ്ടാകുമ്പോഴത്തേക്ക്. അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്ന മനുഷ്യത്വം. ഞാനതിനൊരു ഉദാഹരണം സാറിന് പറയുന്നത്, നമ്മളൊരു കമോഡിഫിക്കേഷന്റെ ഒരു വാണിജ്യവൽക്കരണത്തിന്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. വെള്ളം വരെ ഞാൻ ഇന്ന ബ്രാൻഡ് വെള്ളമേ കുടിക്കുള്ളൂ എന്ന് നമുക്ക് പറയാം, കാരണം പല പല ബ്രാൻഡിലാണ് വെള്ളം വരുന്നത്. പക്ഷെ അങ്ങനെ അത്രയും ബ്രാൻഡ് ഉണ്ടായ കാലത്തും എല്ലാം മലക്കറിയും പ്ലാസ്റ്റിക്കും പൊതിഞ്ഞ് ഒരു കമ്പനിയുടെ പേരെഴുതി വരുന്ന കാലത്തും ഒരു കമ്പനിയുടെയും പേരെഴുതാത്ത ചില സാധനങ്ങളോട് നമുക്കിപ്പോഴും വളരെയധികം അഭിനിവേശമാണ്. ഒരു കടയിൽ പഴം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അയാൾ പറയുകയാണ്, ഈ പഴം നാടൻ പഴമാണെന്നാണ്, അല്ലാതെ ഇത് റിലയൻസിന്റെ ഗാർഡൻ ഫ്രഷ് പഴമാണെന്നല്ല പറഞ്ഞത്, നാടൻ പഴമാണ്. സാധാരണ കോഴിമുട്ട തേയില വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് ചുവന്ന കളറിൽ ഇരിക്കുമ്പോൾ ചെന്ന് ചോദിക്കാൻ ഭയങ്കര വില. എന്താ ചോദിച്ചാൽ, സാറേ അത് നാടൻ മുട്ടയാണ്. ഈ നാടൻ എന്ന് പറഞ്ഞ വാക്കിന് നിങ്ങൾ ഇത്രയും ബ്രാൻഡുകളെക്കാൾ കൂടുതൽ വില കൊടുത്തിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഈ നമ്മുടെ റോഡിൽ തന്നെ നോക്കിയാൽ ഈ പോസ്റ്റിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു പോസ്റ്റർ, ഓഫ്ലൈൻ ട്യൂഷൻ ഓഫേർഡ് എന്നുണ്ട്. നമ്മൾ ഓൺലൈൻ വലിയൊരു വിപ്ലവമായി കരുതിയ കാലത്ത് റോഡിൽ എഴുതിയിരിക്കുകയാണ് ഓഫ്ലൈൻ ട്യൂഷൻ ഓഫേർഡ്. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സർക്കാർ സ്കൂളിൽ മാത്രമായിരിക്കും മനുഷ്യ അധ്യാപകരുള്ളത്. ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ലാഭം നോക്കി അവർ റോബോട്ടിനെ അധ്യാപകരാക്കുമ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളിൽ മുമ്പിൽ ഒരു ബോർഡ് കാണും, ഇവിടെ മനുഷ്യർ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് പേര് കുട്ടികളെ എവിടേക്ക് അയക്കാൻ, കൂടുതൽ അയക്കാൻ സാധ്യതയുണ്ട്. അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ കൂടെ സംസാരിക്കുന്നതിലെ സന്തോഷം എന്താണ്, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ സമൂഹം പുതിയ തലത്തിൽ മനസ്സിലാക്കാനും കൂടെ ഈ വികാസങ്ങളെല്ലാം കാരണമായി എന്ന് വരാമെന്നാണ് ഒരു ചോദ്യം കൂടെ കിടക്കുന്നു. പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം മുക്കാൽ യന്ത്രമായി മനുഷ്യനെ മാറ്റിക്കഴിഞ്ഞു. പാതി യന്ത്രം വന്നാൽ മുക്കാൽ യന്ത്രങ്ങളെ കീഴടക്കി. ഞാനും കരുതുന്നു നമ്മൾ കുറെയെല്ലാം യാന്ത്രിക ജീവിതം നയിച്ച് യന്ത്രത്തിന്റെ കുറച്ച് സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനകം തന്നെ. പക്ഷെ അതിനെയൊക്കെ മറികടക്കാനുള്ള മനുഷ്യന്റെ ഒരു ഇൻജെന്യൂറ്റി എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മറികടക്കാനായിട്ട് മനുഷ്യന് സാധിക്കും. യന്ത്രങ്ങൾ വരുമ്പോഴും മനുഷ്യൻ ചുമ്മാതിരിക്കും നമുക്ക് കരുതാം. അയ്യോ യന്ത്രം വന്നു അതെല്ലാം ചെയ്യുന്നു, എനിക്കിനി പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ ഇരിക്കില്ല. മനുഷ്യൻ അവന്റെ പ്രസക്തി കണ്ടെത്തും, അവൻ പുതുതായിട്ട് നിർവചിക്കും, അവൻ പുതിയ മേഖലകൾ കണ്ടെത്തുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും അവൻ യന്ത്രത്തിനേക്കാൾ മുകളിലായി അവനെ സ്വയം പ്രതിഷ്ഠിക്കാനായിട്ടുള്ള കഴിവ് മനുഷ്യനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. വേറെ ചോദ്യം? ഓണല്ലേ? ഹലോ, ആ ചേർത്ത് പറയും. ആ മനുഷ്യന്റെ സ്വഭാവം ഗർഭം ധരിക്കുന്നതിനെ കുറിച്ചാണോ? അത് ഇങ്ങനെ പുറത്തഥവാ ഇങ്ങനെ സംഭവിച്ച് പുറത്ത് വരുമ്പോൾ ഈ കുഞ്ഞിന് ഇപ്പൊ മനുഷ്യന്റെ സ്വഭാവമായിരിക്കും, അതാ ഈ കമ്പ്യൂട്ടറിന്റെ സ്വഭാവമായിരിക്കും, അങ്ങനെ ഡൗട്ടുണ്ട്. നമ്മൾ ഈ കോഴിയുടെ മുട്ടയൊക്കെ അടതിരിക്കാതെ പ്രത്യേക യന്ത്രത്തിൽ വെച്ച് കോഴിയെ സൃഷ്ടിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ വലിയ ഫാമിൽ ചെന്നാൽ കാണുന്നത്. കോഴി അടയിരുന്നിട്ടല്ല മുട്ട വിരിക്കും, നമ്മൾ എന്റെ യന്ത്രത്തിനകത്ത് വെച്ചാൽ വിരിക്കുന്നത്. നമുക്ക് തിന്നാൻ വേണ്ടിയാണെന്ന് പറയാം.
ഒരു അമ്മയുടെ അല്ല അത് ചൈനയിൽ അതെല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. ഓ അല്ല മനുഷ്യന്റെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കപ്പെടും. അല്ല അതിന് ആ മനുഷ്യന്റെ ഇപ്പം അച്ഛന്റെയും അമ്മയുടെയും ഓരോ കോശങ്ങൾ ചേരും. ആ കോശം സിന്തസൈസ് ചെയ്യാൻ സാധിക്കും താമസിയാതെ. ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ ബാക്ടീരിയയുടെ സിന്തസൈസ് ചെയ്തു ലബോറട്ടറിയിൽ വെച്ച് ബാക്ടീരിയ ഉണ്ടാക്കി. നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ക്രെയ്ഗ് വെൻഡർ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്, മനുഷ്യൻ യന്ത്രമാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ടോ അടിസ്ഥാനപരമായിട്ട്? അതേ യന്ത്രത്തിന് അപ്പുറത്ത് അതിനകത്ത് എന്തോ ഉണ്ടെന്ന് ഉണ്ടോ? അതൊരു വലിയ ചർച്ചയാണ്. ഞാനിപ്പോൾ ചർച്ചയിലോട്ട് പോകുന്നില്ല. ഇത്തിരി ആധ്യാത്മികവും വൈരുദ്ധ്യാത്മകവും ഒക്കെ ആയിട്ടുള്ള ചർച്ചയായിരിക്കും. ഞാൻ അത് പറയുന്നില്ല. പകരം പറയുന്നു, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ അല്ലാതെ വളർന്നാൽ ആ കുഞ്ഞിന് ഇതിൽ പ്രത്യേകത ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കരുതുന്നു ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ നേരത്തെ ജനിച്ചു കുഞ്ഞ് 5 മാസം, ആ കുഞ്ഞെങ്ങനെ നമ്മുടെ നാട്ടിൽ എങ്ങനെ വളരും? അതിന് ഇൻക്യുബേറ്റർ വയ്ക്കുക. അപ്പൊ അതിന്റെ അർത്ഥം കുറച്ച് ഭാഗം ആകാം എന്നാണ്. കുറച്ച് ഭാഗം ആകാം. 2, അങ്ങനെ വളർന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് വളരെ രസകരമായ ഒരു ലേഖനം വായിച്ചു. MN വിജയൻ എന്ന് പറഞ്ഞ ചിന്തകൻ, അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ്, ശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള ലേഖനം, വളരെ അപൂർവമായിട്ടുള്ള ലേഖനം. അപ്പൊ അതില് അദ്ദേഹം പറയുന്നു, നമ്മുടെ നാട്ടില് നമ്മളെ കുട്ടികളെ ഒരുപാട് ലാളിച്ച് വളർത്തുന്നു. ഇതൊരു വളരെ മികവാണെന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ അദ്ദേഹം അതിനെ താരതമ്യം ചെയ്യുന്നത് മറ്റ് നാടുകളിൽ എങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റു നാടുകളിൽ കുഞ്ഞ് ജനിക്കുമ്പം തന്നെ വേറെ മുറിയിൽ കൊണ്ട് ഇട്ട് വളർത്തുന്ന നാടുകളുണ്ട്. പ്രത്യേക മുറിയിലാണ് ജനിച്ചപ്പോൾ പോലും പ്രത്യേക മുറിയിലാണ്. അങ്ങനെ എപ്പോഴും എടുത്തു വെച്ച് ലാളിക്കുകയോ ചേർത്ത് വയ്ക്കുകയോ ചൂട് കൊടുക്കുകയോ ഉമ്മ കൊടുക്കുകയോ അതൊക്കെ ഒരു വേണ്ട കുറച്ച് സമയം മാത്രം ചെയ്യുന്ന സംസ്കാരങ്ങളുണ്ട്. അവിടെ വളർന്നു വരുന്ന ഒരു മനുഷ്യരല്ലേ എന്നൊരു ചോദ്യം വന്നു. അവരിൽ നിന്ന് ലോകത്തെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നില്ലേ? അവർക്ക് കരുണ, അനുകമ്പ, അലിവ് തുടങ്ങിയ വികാരങ്ങളില്ലേ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരമ്മയുടെ, നമ്മുടെ നാട്ടിലെ പോലെ ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അതിലാളന, നമ്മുടെ നാട്ടിൽ സ്നേഹമല്ല, അതിലാളനയാണ്. അത് അവരനുഭവിച്ചിട്ടില്ല. ലോകത്തെ വലിയ ജനസമൂഹം അനുഭവിച്ചിട്ടില്ല. നമ്മുടെ അവിടുത്തെ ഒരു പാരമ്പര്യം കൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാമോ? നമ്മൾ ശീലിച്ചതുകൊണ്ട് അങ്ങനെ അല്ലാതെ വളരുന്ന കുട്ടിക്ക് കുറവുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ വളരുന്നത് കണ്ടാൽ അവർക്ക് വളരെയധികം മോശമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ മിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞ സിനിമയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ അമ്മ കുഞ്ഞിനെ വളർത്തിയത് കണ്ടിട്ട് അവിടുത്തെ ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുകാർ വീട്ടിൽ എല്ലാ ആഴ്ചയും ഒന്ന് പരിശോധിച്ചിട്ട് അവർക്ക് തോന്നി ഈ കുഞ്ഞിനെ വളരെ മോശമായിട്ട് വളർത്തുകയാണെന്ന് തോന്നി അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ കഥയാണ് ആ സിനിമയിൽ പറയുന്നത്. റിയൽ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു എനിക്ക് ഉത്തരവില്ല. ചിന്താക്കുഴപ്പമാണുള്ളത്. നമ്മളൊരു കുഞ്ഞിനെ യന്ത്രത്തിൽ വളർത്തി എടുത്തുകൊണ്ട് വന്നാൽ ആ കുഞ്ഞിന് മാനവികത കാണുമോ എന്ന് ചോദിച്ചാൽ കാണുമെന്ന് ആഗ്രഹിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാം. സാറ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ നല്ല രീതിയിൽ ഈ ഉദാഹരണ സഹിതം ഇവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സാറ് പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനുഷ്യരായിട്ടുള്ള അധ്യാപകരെ പഠിപ്പിക്കുന്നു എന്നുള്ളതിലേക്ക് പറയാം. നമുക്കിപ്പോൾ കുറച്ച് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള അധ്യാപകർ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രകടമായിട്ടുള്ള ബോർഡുകളായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഇത് വന്നിട്ടുള്ളതെന്ന് സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഇതുവരെയുള്ള ഒരു സാഹചര്യം 18ാം നൂറ്റാണ്ടിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് സ്റ്റീം എഞ്ചിൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. 19ാം നൂറ്റാണ്ടിൽ ഇലക്ട്രിസിറ്റി കണ്ടെത്തുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി എന്താണെന്ന് പോലും നമ്മുടെ മനസ്സിലില്ലാത്ത ഒരു സാഹചര്യം. അവിടെയാണ് അത് കണ്ടെത്തുന്നത്. 20ാം നൂറ്റാണ്ടിലെ കമ്പ്യൂട്ടറും സംവിധാനം, ഇന്റർനെറ്റ് സംവിധാനം കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് അത് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഈ മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടിയത്, ഏറ്റവും ആദ്യം കിട്ടിയത് 2002-ലാണ്. 2002 മാത്രമാണ് ഈ മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം എൻ്റെ കയ്യിൽ കിട്ടിയത്.
അതിനു മുമ്പ് ഒരു 99-ലാണ് തോന്നുന്നു പേജർ എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ എടുക്കുക. അത് നമ്മളാരും ഉപയോഗിച്ചിട്ടില്ല, ഞാനത് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആ 99 അല്ലെങ്കിൽ 98-ന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം തന്നെ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് 20-ാം നൂറ്റാണ്ടില് ഈ ഇന്റർനെറ്റ് സംവിധാനമാണ് എങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ കാണുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് സാറ് പറഞ്ഞു, എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ ചോദ്യചിഹ്നമായി വരുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ജോലി, സിവിൽ സർവീസും അതുപോലെ തന്നെ ബാക്കിയുള്ള ജോലിയെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് കൂടി ചോദ്യചിഹ്നമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. ഒരു 10, 20, 25 വർഷം, അതായത് ഞാനൊക്കെ 10ാം ക്ലാസ് കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ 1980-കളിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളും, അതായത് ജയിക്കുമെന്ന് കരുതുന്ന കുട്ടികളെല്ലാം തന്നെ പോകുന്നത് ടൈപ്പ് റൈറ്റിംഗിനാണ് പോകുന്നത്. ടൈപ്പിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടുമെന്നുള്ള ഒരു ചിന്തയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി. ഇപ്പോൾ എത്ര ഓഫീസുകളുടെ ടൈപ്പിസ്റ്റ് സംവിധാനമുണ്ട്? ഈ നമ്മുടെ ഓഫീസ് സംവിധാനങ്ങളെന്ന് മാത്രമല്ല, അത് നമ്മുടെ സിവിൽ സർവീസ് എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ തന്നെ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ ഇല്ല. അത് കമ്പ്യൂട്ടർ എന്നുള്ള നിലയിലേക്ക് മാറി. ആ കമ്പ്യൂട്ടർ എന്നുള്ള നിലയിലേക്ക് പരിണമിക്കുന്നതിന് വേണ്ടിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കേവലം 10-15 വർഷം കൊണ്ട് ആ ഒരു യന്ത്രം തന്നെ അപ്രസക്തമാകുന്ന തരത്തിലേക്ക്, പുരാവസ്തുവായിട്ട് മാറുന്ന തരത്തിലേക്ക് മാറി. ഇപ്പോൾ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ തന്നെ, ഇപ്പോഴത്തെ ഒരു സംവിധാനം ഒക്കെ തന്നെ ഇതൊരു മാറ്റം ഉണ്ടാകാനായിട്ട് 20 വർഷം വേണ്ട, ചിലപ്പോൾ 2-3 വർഷം മാത്രം മതി. ആ വിരൽത്തുമ്പിൽ നിന്നുള്ള ചെറിയ അഗ്രത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വേഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് കൂടി എന്ന് പറയുന്നത് സിവിൽ സർവീസിലുണ്ടാകുന്ന മാറ്റം എങ്ങനെ നമുക്കുണ്ടാകാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുണപരമായിട്ടുള്ള മാറ്റം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അത് ഗുണപരമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു. ഒട്ടനവധി കാര്യങ്ങൾ ആവർത്തന സ്വഭാവം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ഡാറ്റ അനലിസിസ് ഉൾപ്പെടെ ഒക്കെ തന്നെ വളരെ ഗുണപരമായിട്ടുള്ള കാര്യമുണ്ടാകുമ്പോൾ അത് എങ്ങനെ മനുഷ്യന് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സജീവമായിട്ടുള്ള ചർച്ച അനിവാര്യമാണ്. ആ ചർച്ചകളും അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളുമാണ് ഇനി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത്.